സോ വെൽക്കം ഗൈസ്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ആക്കാൻ പോകുന്നത് ഹൗ ടു യൂസ് ടിങ്കർ ക്യാഡ് ആണ്. സോ ടിങ്കർ ക്യാഡ് ബേസിക്കലി ഓട്ടോഡെസ്ക് എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. അതിൽ നമുക്ക് 3D മോഡലിങ്ങും സർക്യൂട്ട് ഡിസൈനിങ്ങും പിന്നെ കോഡ് ബ്ലോക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നേരെ ടിങ്കർ ക്യാഡിൻ്റെ സർക്യൂട്ട് ഡിസൈനിങ് സോഫ്റ്റ്വെയറിലോട്ട് നമുക്കൊന്ന് നോക്കാം ആൻഡ് അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ tinkercad.com ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾ ഫസ്റ്റ് യൂസർ ആണെങ്കിൽ സൈനപ്പ് ചെയ്യുക. ആൻഡ് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് പേഴ്സണൽ അക്കൗണ്ട് ചെയ്യുക ആൻഡ് ഗൂഗിളിൽ സൈൻ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് യൂസ് ചെയ്യാൻ നോക്കുക, കാരണം നിങ്ങളുടെ വർക്കൊക്കെ സേവ് ആയി കിടക്കുന്നത് ആ ഒരു മെയിൽ ഐ ഡിയിലായിരിക്കും. അപ്പോൾ ടെമ്പററി മെയിൽ ഐ ഡി വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഒഴിവാക്കുക. ആൻഡ് എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മെയിൻ ടിങ്കർ ക്യാഡിൻ്റെ ഇൻ്റർഫേസിലൂടെ നമ്മൾ ലാൻഡ് ചെയ്യും. ആൻഡ് ഇവിടെ നമുക്ക് 3 കാറ്റഗറീസ് കാണാൻ പറ്റും. ഒന്ന് 3D ഡിസൈനിങ്, സർക്യൂട്ട്, കോഡ് ബ്ലോക്സ്. പിന്നെ അവിടെ കുറേ അഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ടിങ്കറിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരോ ഓപ്ഷൻസ് വരും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവിടെ ഓരോ സോഫ്റ്റ്വെയർസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആൻഡ് പിന്നെ അങ്ങനെ കുറേ റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ഡിസൈനിങ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റിനകത്ത് സർക്യൂട്ട് ഓപ്പൺ ചെയ്യാം. സർക്യൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇൻ്റർഫേസിലൂടെ നമ്മൾ ലാൻഡ് ചെയ്യും. സർക്യൂട്ട് ഡിസൈനിങ് ഇതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ് സർക്യൂട്ട് ഡിസൈനിങ്ങിന് വേണ്ടിയുള്ള. ഇവിടെ നമ്മൾ ബേസിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബേസിക് ഇലക്ട്രോണിക് കോമ്പണൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓള് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ICസും LEDസും ബസർ അങ്ങനെ മറ്റേ ഓസിലോസ്കോപ്പ് ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് അർഡിനോ പോലത്തെ മൈക്രോ കൺട്രോളിൽ സിമുലേഷൻ ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ് ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതല്ലാത്ത കുറേ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇതിലെങ്ങനെ സർക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് ആദ്യം ഒരു LED നമുക്കൊന്ന് ജസ്റ്റ് ഗ്ലോ ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്കിവിടെ ബ്രെഡ് ബോർഡ് അവൈലബിൾ ആണ്, സ്മോൾ ബ്രെഡ് ബോർഡ്. ആൻഡ് ബ്രെഡ് ബോർഡ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി, നമുക്കിതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും മൗസ് ക്ലിക്ക് ചെയ്തിട്ട്. ആൻഡ് നമുക്ക് ആദ്യം ഒരു LED വയ്ക്കാം, ഒരു റെസിസ്റ്റർ വയ്ക്കാം. ആൻഡ് പിന്നെ നമുക്കൊരു 3 വോൾട്ട് ബാറ്ററി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി വെക്കുക. സിമ്പിൾ ക്ലിക്ക് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, ആൻഡ് നമുക്കിവിടെ വയർ കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓരോ ടിപ്പിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി വരും. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് കളേഴ്സ് മാറ്റണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിൻ്റെ കളർ റെഡ് ആക്കണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ റെഡ് ആക്കി തരും കളർ. ആൻഡ് വേറെ കുറേ ഓപ്ഷൻസ് കളർ ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒരു സർക്യൂട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. സർക്യൂട്ട് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. LED റെസിസ്റ്റർ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ആൻഡ് ഇതിനെ ഞാൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാനൊരു റെഡ് കളറായിട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക്. ആൻഡ് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു വയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഇതിനെ ഓരോ ഡയറക്ഷനിലോട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോകാം. ആൻഡ് എവിടെ വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുന്നോ എനിക്ക് അവിടെ നിന്ന് ഇതിൻ്റെ ഡയറക്ഷൻസ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റി ഞാൻ ബ്ലാക്ക് ആക്കാൻ പോവാണ്, നെഗറ്റീവ് കൊടുക്കാൻ വേണ്ടി. ഞാൻ ബ്ലാക്ക് എടുത്ത് ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. എനിക്കിത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറ്റണമെങ്കിൽ റെസിസ്റ്റർ സിംപ്ലി ക്ലിക്ക് ചെയ്യുക, വാല്യൂസ് മാറ്റി കൊടുക്കുക. അപ്പോൾ കിലോ ഓം ആണോ, ഓം ആണോ, മെഗാ ഓം, മൈക്രോ ഓം, മില്ലി ഓം എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓം ക്ലിക്ക് ചെയ്യുക ആൻഡ് ജസ്റ്റ് സിമുലേറ്റ് ചെയ്യും. ഇതാണ് ബേസിക്സ് നമുക്ക് സിമുലേഷൻ ഉള്ളത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ടുകൾ ഇവിടെ ഡ്രാഗ് ചെയ്ത് വെക്കുക, സർക്യൂട്ട് കോമ്പണൻസ് ഡ്രാഗ് ചെയ്ത് വെക്കുക. ആൻഡ് അതിനെ നമ്മൾ സീക്വൻസായി അറേഞ്ച് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ സിമുലേറ്റ് ചെയ്യുക. ആൻഡ് എന്തൊക്കെ വയേഴ്സ്, ടൈപ്പ് ഓഫ് വയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഹുക്കപ്പ് വയർ, അലിഗേറ്റർ വയർ, നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് വയേഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇത് ഇൻഡിക്കേഷനും തരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇതൊരു റെസിസ്റ്റർ ഇല്ലാതെ
കണക്ട് ചെയ്യുവാണെങ്കിൽ റെസിസ്റ്റർ ഇല്ലാതെ കണക്ട് ചെയ്യുമ്പം ഇവിടെ ഒരു എറർ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് സിമ്പിളി അവിടെ ജസ്റ്റ് പോയിന്റ് ചെയ്താൽ ഇത് കാണിക്കും. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 61 മില്ലി ആംപിയർ ഓൾമോസ്റ്റ്. അപ്പോൾ അത് എക്സസ് കറണ്ടാണ്. നമുക്ക് തന്നെ 20 മില്ലി ആംപിയർ മാത്രമേ അതിലൂടെ കടത്തിവിടാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഓപ്ഷൻസ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എറർ ഡിറ്റക്ഷൻ അതിനുണ്ട്. ആൻഡ് നമുക്ക് എന്തെങ്കിലും നോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ കൊണ്ടുപോയി ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ സിമ്പിൾ സർക്യൂട്ടോ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ലൈനൊക്കെ എഴുതി മേടിക്കുക നമുക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമ്മൾ ആ ലൈവായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പം തന്നെ അത് സേവ് ആയി അപ്ഡേറ്റ് ആയിക്കോളും. ആൻഡ് നിങ്ങൾക്കിത് ഒരു സർക്യൂട്ട് ഫോമിൽ വേണമെങ്കിൽ ഇവിടെ ഇതിനെ സ്കിമാറ്റിക് വ്യൂയിലോട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കിമാറ്റിക് ഡ്രോ ആക്കി നമുക്ക് തരും. അതിന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് കോമ്പണൻസ് വേണമെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് ഓഫ് കോമ്പണൻസ് കിട്ടും. അതിന് എനിക്ക് എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, തിരിച്ചപ്പോൾ നമുക്ക് സർക്യൂട്ട് ഇതിലോട്ട് വരുമ്പോൾ വേറെ കുറേ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് അമുക്കുമ്പോൾ ഡിലീറ്റ് ആയിക്കോളും. ഓക്കെ, എനിക്കിനിയിപ്പോൾ ഇവിടെ കോഡുകൾ എഴുതുന്നത്, ഇപ്പോൾ നമ്മൾ അർഡിനോ പോലത്തെ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുമ്പോൾ കോഡുകൾ എഴുതാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിലിറ്റി മസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കോഡ് ചെല്ലുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലോക്ക് വെച്ച് നമുക്ക് കോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ആൻഡ് നമുക്ക് അവിടെ ടെക്സ്റ്റിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് വഴി കോഡ് ചെയ്താലുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ സിമുലേറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ട് ഒരു കോഡ് അവിടെ റൺ ആയിക്കൊണ്ടിരിക്കും. LED ബ്ലിങ്കിൻ്റെ. നമുക്ക് വേണമെങ്കിൽ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കോഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് ലൈബ്രറീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് കൂടെ അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് അത്യാവശ്യം ഒരു ബേസിക് ലെവലുള്ള പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അർഡിനോയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വയർലെസ് ആയിട്ടുള്ള ഡിവൈസസ്, ബ്ലൂടൂത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. അല്ലാതെ നമുക്ക് നോർമൽ ഇതിലുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാൻ നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അൾട്രാസോണിക് സെൻസർ, PIR സെൻസർ, മോയ്സ്ചർ സെൻസർ, ഇതുപോലത്തെ നോർമൽ കോമൺ ആയിട്ടുള്ള സെൻസറുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് കോഡിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക്. നമുക്കിവിടെ ഡിലീറ്റ് അമുക്കുമ്പോൾ മാറും. ആൻഡ് ഇതൊക്കെ നമ്മുടെ ബേസിക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അർഡിനോയ്ക്കകത്തുള്ളത്. ആൻഡ് അപ്പോൾ വേറെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് see you in the next video.